ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമ്മൾ രാവിലെ തന്നെ നമ്മളെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇതാ ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ട് കുറേ ആയി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അരി അങ്ങനെ പൊടിക്കാനും നമുക്ക് തികയണില്ല. റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരി നമുക്ക് പൊടിക്കാനായിട്ട് തികയലില്ല കേട്ടോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ മാസം 5-5 കിലോ പൊടിക്കണതാണ്. നൂൽപുട്ടിനൊക്കെ കുഴച്ച് വെക്കുന്ന നേരം കൊണ്ട് മീൻകാരം വന്നു കേട്ടോ. ഒരു 7:45 ആകുമ്പോൾ ഇവിടെ മീൻ വണ്ടി വരും. ശ്യാമാട്ട ലീവായതുകൊണ്ട് അവർ അച്ഛനും മക്കളും കൂടെ മീൻ മേടിക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ മത്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. അവർ പോയി മീനൊക്കെ വാങ്ങിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ നൂൽപുട്ടിനൊക്കെ കുഴച്ച് നല്ല പിഴിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നല്ല ചൂട് വെള്ളത്തിൽ, തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴക്കുന്നത്. നമ്മൾ പാക്കറ്റ് പത്തിരിപ്പൊടി, നൂൽപുട്ട് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല, അങ്ങനെ മേടിക്കുന്നതാണ്. അന്നേരം ഇതുകൊണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ പക്ഷേ എനിക്ക് ഇതുവരെ പത്തിരി ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ചെറുപയറാണ് കേട്ടോ കറി വെക്കുന്നത്. നൂൽപുട്ടിന് കുഞ്ഞാപ്പക്കുട്ടി എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിരിപിരി ആക്കണം. അന്നേരം ഇടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധ പോകുന്നതാണ് കേട്ടോ. അന്നേരം ആദ്യം ഒരു ട്രിപ്പ് വെച്ചു, രണ്ടാമത്തെ ട്രിപ്പ്, അങ്ങനെ 2 ട്രിപ്പ് വെക്കാനുള്ളത് ഉണ്ടായി. 2 ട്രിപ്പ് ഫുള്ളായിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. 1 കിലോ പാക്കറ്റ് പൊടിയിൽ ഞാൻ കുറച്ച് 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഉണ്ടാക്കി വെച്ചാലും കുട്ടികൾ രാവിലെ 2 കഴിച്ചിട്ട് അവർ പോകും. പിന്നെ അവിടെ അങ്ങനെ തണുത്തിരിക്കും. അതിൽ വൈകുന്നേരം വരുമ്പോൾ അവരെന്നെ കഴിക്കും കേട്ടോ. അവർക്ക് തണുത്തതാണെങ്കിൽ കടി കിട്ടിയാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ആയാലും മതി കേട്ടോ. അവരെ ശ്യാമാട്ട ലീവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരോ കഥകൾ അവിടെ പറയുന്നുണ്ട്. പൊന്നൂസും ചക്കരയും ഒക്കെ അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആവുന്നുണ്ട്. കുഞ്ഞാപ്പ് കുട്ടിയാനും കണ്ടിരിക്കും താഴെ വീഴും. അതെ, ഞാൻ വോയിസ് ഇടാൻ എടുക്കുമ്പോൾ എപ്പോഴും ഇവള് വരും എന്തെങ്കിലും തിരിപ്പിത്തിരി ആയിട്ട് കേട്ടോ. അവരെ വേഗം ആയി കിട്ടുന്നുണ്ട്. നൂൽപുട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളത്ത് കുഴച്ചുകൊണ്ട് തന്നെ 1-2 ആവി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നൂൽപുട്ടായി കിട്ടും കേട്ടോ. പിന്നെ ബാക്കി വന്ന നൂൽപുട്ടിൻ്റെ ലേശം പൊടി ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കുഞ്ഞിപ്പത്തിൽ പോലെ പരത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അതുവരെ കുഞ്ഞാപ്പും അങ്ങനെ കഴിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങ് കഴിച്ചോളൂ കേട്ടോ. വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിച്ചു വെക്കും കേട്ടോ. അതിൻ്റെ അടിയിലൊരു തട്ടും മുകളിൽ 2 വെക്കാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറുപയറിൻ്റെ കറി ഞാൻ ചെറുപയർ പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ടിട്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളിയുടെ കഷ്ണവും ഒരു ചെറിയൊരു ഉള്ളിയും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ലേശിട്ട് മൂപ്പിച്ചിട്ട് വാട്ടിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചെറുപയർ കറീൻ്റെയൊക്കെ വീഡിയോ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊന്നും ചെയ്യാത്തത്. പിന്നെ രാവിലെ ചക്കര പച്ചമുളക് ഇല്ലായിരുന്നു. ഒരു പച്ചമുളക് മേടിക്കാൻ പോയപ്പോൾ കുഞ്ഞാപ്പുട്ടിയും പോയിട്ടുണ്ടായിരുന്നു. എന്താ പുളിജാമ് മേടിച്ചോണ്ട് രാവിലെ തന്നെ തിന്നിയാണ് കേട്ടോ. ഇതിപ്പോൾ 1 രൂപ എങ്ങാണ്ടാണ് തോന്നുന്നു കേട്ടോ. ഇതിന് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 25 പൈസ 50 പൈസ എങ്ങാണ്ടൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു പുളിജാമിന് 1 രൂപ എങ്ങാണ്ട് കൊടുക്കണം കേട്ടോ. അവിടെ പൊന്നൂസ് പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പുസ്തകങ്ങളൊക്കെ എടുത്ത് വെക്കണുണ്ട്. ചെറുപയർ കറി തിളച്ചുട്ടാ. ചെറുപയർ കറി ചോറിൻ്റെ കൂടെ കഴിക്കണേനേക്കാളും നല്ലത് കടിയുടെ കൂടെ കഴിക്കണ്ട. ചോറിൻ്റെ കൂടെ എല്ലാവർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ പാവയ്ക്കാണ് ഉപ്പേരി വെക്കാനുള്ളത്. അത് പൊന്നൂസിനുള്ളത് കഴിക്കാൻ കൊടുത്തു. അവൾക്കുള്ള ചോറ് കൊടുത്തു വെക്കാണ്ട്. ഉപ്പേരി അവൾ പോകുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിട്ടില്ല. അന്നേരം അച്ചാറും ചെറുപയറിൻ്റെ കറിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അവൾക്ക് കൊടുത്തു വിട്ടത്. പാവയ്ക്ക് ഉപ്പേരി അരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ആയപ്പോൾ നമുക്കിപ്പോൾ ഒരാളിപ്പോൾ പണിക്ക് പോകണില്ല വെച്ചാൽ അന്ന് ചിലപ്പോൾ എന്തെങ്കിലും നേരം വൈകും. കുട്ടികൾ ഒരു ദിവസം സ്കൂളിൽ പോകണില്ല വെച്ചാൽ അന്ന് എന്തെങ്കിലും നേരം വൈകും. അതെങ്ങനെയാണ് കേട്ടോ. ഒരു ശീലമായി പോയോ എന്നൊരു ഡൗട്ടില്ല കേട്ടോ. അതായത് പിന്നെ ഇത് അടുക്കളയിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൻ്റെ അടുത്ത് ഏകദേശം പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തട്ടലും മുട്ടലും പരിപാടികളാണ് കേട്ടോ. അവർ പോകുമ്പോഴത്തേക്കും എല്ലാം ഒരുവിധം എല്ലാം വാരി നിരത്തി വെച്ചിട്ടുണ്ടാവും. മേശപ്പുറത്ത് ഞങ്ങൾ 2 ഗുളികകൾ ഇരിപ്പുണ്ട് കേട്ടോ. ശ്യാമട്ടൻ്റെ ഗുളിക ശ്യാമട്ടൻ എങ്ങനെയായാലും മുഴുവൻ തിന്ന് തീർക്കും. എൻ്റെ എനിക്ക് ലേശം കുറഞ്ഞു നടഞ്ഞ് പിന്നെ ഗുളിക തൊടുന്ന പരിപാടി ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇത്രയേറെ പാരസെറ്റമോൾ കഴിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പാരസെറ്റമോളൊന്നും അങ്ങനെ കഴിക്കില്ല. കാരണം ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കുന്നത് എന്താ വെച്ചാൽ കുഞ്ഞാപ്പുക്കുട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പരമാവധി ഗുളിക കഴിക്കണം. അല്ലെങ്കിൽ ഞാൻ ഗുളിക തീരെ കഴിക്കില്ല. എനിക്ക് ഇത്തിരി ആക്കേണ്ട വെച്ചാൽ ഞാൻ ഗുളിക കഴിക്കില്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല ഗുളിക അങ്ങനെ കഴിക്കുന്നത്. പിന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കിയിടുന്നുണ്ട്. എത്ര മടക്കിയിട്ടാലും എത്ര ഒതുക്കി വെച്ചാലും നമ്മളെ കുഞ്ഞാപ്പ് ഇവിടെ എല്ലാം വലിച്ചു വാരി 5 മിനിറ്റ് നേരം കൊണ്ടൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇവർ ഡ്രസ്സ് രാവിലെ മാറ്റണം കേട്ടോ. ഓരോരുത്തർ മാറ്റണത് ഓരോ ഭാഗത്ത് ഊരിയിട്ടിട്ട് പോകും. പിന്നെ അത് ഞാൻ അലക്കാൻ നേരത്ത് തപ്പി പിടിച്ച് ഓരോ ഭാഗത്തുനിന്നും എടുത്തുകൊണ്ട് വരും. ഞാൻ പറയും ആൺകുട്ടികളാണ് ഇങ്ങനെ ഊരിയിട്ടിട്ട് പോകും, നിങ്ങൾ പെൺകുട്ടികളാണ് ഇങ്ങനെ ഊരിയിട്ടിട്ട് പോകണേന്ന് എപ്പോഴും ചീത്ത പറയും. 2 ആളും 2 ദിക്കിലും 2 വടക്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് പേൻ്റെ ഒരു സ്ഥലത്ത് ബെന്നിയനൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞ പോലെ ഓരോരോ ഭാഗങ്ങളിൽ കൊണ്ടുപോയിടും കേട്ടോ. പിന്നെ ശ്യാമാട്ടനാന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക. ഇവരിങ്ങനെയാണ് കേട്ടോ. പിന്നെ അടിച്ചു വാരൽ തട്ടൽ മുട്ടൽ എന്ന് പറഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെയുള്ള പരിപാടികളാണ്. നമുക്ക് എന്നും ഇത് തന്നെയാണ് വീഡിയോസ് ഇടാനുള്ളൂ. പ്രത്യേകിച്ച് എന്താ മാറ്റങ്ങളെന്ന് എനിക്കറിയില്ല. കറികൾക്ക് മാറ്റം ഉണ്ടാവും, കടികൾക്ക് മാറ്റം ഉണ്ടാവും. അതിലപ്പുറം വലിയ കാര്യങ്ങളായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മാറ്റം വരുത്താൻ നമ്മൾ വേറൊന്നും ചെയ്യണമില്ലല്ലോ. അടിച്ചു വാരാനെന്ന് പറഞ്ഞാൽ മുറ്റത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. വൈകുന്നേരം നമ്മൾ അടിച്ചു വാരും. പിന്നെ രാവിലെ നേരത്തെ അടിച്ചു വാരുമ്പോൾ കാര്യമായിട്ടൊന്നും മുറ്റത്ത് അങ്ങനെ ഉണ്ടാവില്ല. കുഞ്ഞാപ്പക്കുട്ടി എന്തെങ്കിലും ഇട്ടാൽ അത് അപ്പം തന്നെ അടിച്ചു വാരി കളയും. മുറ്റത്ത് അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങനെ നിരന്ന് കിടക്കൽ കുറവാണ് കേട്ടോ.
നമ്മൾ വേഗം വേഗം ആൾക്കാർ ഇറങ്ങി വരുന്ന മുമ്പശല്ലാണ്ട് വേവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേവേ ഇടക്കന്നെ അടിച്ച് കളയും കേട്ടോ. പിന്നെ അടുത്തത് ഒരു 10-11 മണിയായതിന് ശേഷമാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ വറക്കാൻ രാവിലത്തെ മീൻ ഉണ്ടായിരുന്നു. അത് വറക്കൽ മാത്രം ഇപ്പോൾ ചെയ്യണുള്ളൂ, കറി പിന്നെയായിട്ട് വെക്കണം. അന്നത്തേക്ക് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ലൈവൊക്കെ ഇടാൻ സമയമായതുകൊണ്ട് തന്നെ ഞാൻ മീൻ മാത്രം വറുത്ത് വെച്ചു. പിന്നെ ഉപ്പേരിയും കറിയൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ മീൻ വറുക്കുക, കറി പിന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കി മീൻ അവിടെ ലേശം ഉപ്പിട്ടിട്ട് അവിടെ എടുത്ത് വെച്ചു കേട്ടോ. എല്ലാം നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നന്നാക്കിയത് കുറച്ച് അവിടെ എടുത്ത് മാറ്റി വെച്ചു. എന്നാൽ ഇവിടെ കറി വെക്കുന്നത് കുറച്ചേ വേണ്ടൂ, ഉപ്പേരി അല്ല വറുത്തതാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടു. അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്ത് കഴിഞ്ഞ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതിന് എന്ത് മീനാണെങ്കിൽ ശരി വറുത്ത മീനോടാണ് താല്പര്യം. പിന്നെയുള്ളത് വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ. വൈകുന്നേരം ഇന്നിപ്പോൾ ചായക്ക് കടിയെന്ന് പറയാൻ നമ്മളെ വെള്ള അവിൽ നല്ല ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് അതിൽ പഴവും മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം അതാണ് കുട്ടികൾക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല, എന്നാലും കഴിച്ചോളും, കൊടുത്ത് നിർബന്ധിച്ചാൽ കഴിക്കും, അത്ര മാത്രം കേട്ടോ. പിന്നെ കുഞ്ഞാപ്പൂക്കുട്ടി എണീറ്റ് വന്നതേ വെറും ഷാടിയും കരച്ചിലൊക്കെ ആയിട്ടാണ്. പിന്നെ ഇവിടെ രാവിലത്തെ അലക്കൽ കഴിഞ്ഞാലും വൈകുന്നേരം നമുക്കൊരു അലക്കൽ ബാക്കി ഉണ്ടാവും കേട്ടോ. കാരണം ഇവർ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ യൂണിഫോമൊക്കെ ഞാൻ കയ്യോട് അലക്കിയിടും. ചക്കര എത്തിയിട്ടില്ല, ചക്കര എത്തുമ്പോൾ 6 മണി കഴിയും കേട്ടോ. അത് പിന്നെ അവളെ യൂണിഫോം എന്ന് രാവിലെയാണ് അലക്കൽ. പൊന്നൂസിൻ്റെയും എൻ്റെത് കുളിച്ചതും കുഞ്ഞാപ്പൂൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അലക്കാൻ, അതൊക്കെ അലക്കിയിട്ടു കേട്ടോ. അന്നേരം ഞാൻ എങ്ങനെ കൂട്ടി വെക്കൂല, എത്ര ഇതാണെങ്കിലും തുണികളോ പാത്രങ്ങളോ ഒന്നും അങ്ങനെ കൂട്ടി വെക്കണ എനിക്ക് ഇഷ്ടമില്ല. കാരണം നമ്മൾ രാവിലെ എണീക്കാൻ പറ്റുമോ, എന്താ നമ്മളെ അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അലക്കാനുള്ള തുണികൾ ഒരിക്കലും ഞാൻ കൂട്ടി വെക്കില്ല. കുട്ടികളങ്ങനെ ഇട്ട് വെച്ചാൽ തന്നെ ഞാൻ അവരെ ചീത്ത പറയും കേട്ടോ. അതായത് നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക. എന്നും ഞാൻ പറയുന്നുണ്ട്, ഇത് തന്നെ റിപ്പീറ്റേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് തോന്നണ്ട കേട്ടോ. അവിടെ കുഞ്ഞാപ്പൂക്കുട്ടി ബായി ടാറ്റ ബായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ കഥകൾ അവൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട്. പിന്നെ ഞാൻ ചക്കരേനെ നോക്കാൻ വേണ്ടി മേലെ കയറിയപ്പോൾ രാവിലെ ഉണങ്ങാണ്ടിട്ട തുണി അവിടെ കിടക്കണുണ്ട്. അത് സന്ധ്യ ആകാനായിട്ടുണ്ടായി, അതും കൂടെ എടുത്ത് വന്നു. ഇപ്പം നമ്മളിവിടെ ഒരു 5:30-6 മണി ആകാനായിട്ടുണ്ട് കേട്ടോ. ആ സമയമായിട്ടുണ്ടായി, ഞാൻ തുണി ഉണങ്ങാത്തത് മറന്നു പോയതാണ് കേട്ടോ എടുക്കാൻ. ചക്കരേനെ കാണില്ല, അതാണ് മേലോട്ടേക്ക് നോക്കി നോക്കി വരുന്നത് കേട്ടോ. അത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ല, പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഓക്കെ, ബായ്.